യൂട്യൂബിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും. ആൻഡ് ഇനി ഇത്രയും നേരം നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നത് നമ്മുടെ സിനിമയുടെ പുറകിൽ നിന്ന് പ്രയത്നിച്ചിരുന്നവരാണ്. പക്ഷെ ഇനി നമ്മൾ കണ്ട ടീച്ചറിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും നമ്മൾ കണ്ട ആ മുഖങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. അവരെ വേദിയിലേക്ക് വിളിക്കുന്ന ആ ഒരു സമയമാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു കോട്ടയം രമേശ് ചേട്ടനെ. ഞാൻ ഒരുപാട് ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി രമേശ് ചേട്ടൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പോയോ? ഓക്കെ, ഇവിടെ എല്ലാവരും തോന്നുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു സോങ് കണ്ടു. ആ സോങ്ങിന്റെ ഇടയിൽ തന്നെ വന്ന് നമുക്കൊരു കോമഡി എലമെന്റ് അസീസ്ക ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നല്ല കയ്യടി നമുക്ക് അസീസിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പലപ്പോഴും നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു താരമാണ്. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു ചെറിയ പാട്ടിന്റെ ഇടയിൽ വരെ വന്ന് നമ്മളെല്ലാവരെയും ചിരിപ്പിച്ചു. ഉടനീളം ചിരിയാണോ സിനിമയിൽ? എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. തങ്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ. അപ്പൊ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ വീട്ടിന്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു. അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോ ഒരുപാട് സന്തോഷം ദൈവത്തിൽ. കാരണം എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ ഇറങ്ങുന്ന എന്റെ എല്ലാ പടങ്ങളും ഇരു കൈനീട്ടി സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ട്, ജോഷി സാറിന്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. ഇന്ന് ചോദിച്ചില്ല. അപ്പോ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ എവിടെയായിരുന്നു ഇത്രയും നേരം? കറക്റ്റ് സത്യം പറയണം. ഞാൻ ആരും കാണാതെ പുറത്തേക്ക് കണ്ടു. കറക്റ്റ് സമയത്ത് വിളിച്ചത്. എങ്ങനെയായിരുന്നു തങ്കമണി? എന്തൊക്കെയാണ് തങ്കമണി വിശേഷങ്ങൾ? തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷമുള്ള. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം ഒന്ന് മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്. വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു ഈ സിനിമയിൽ. അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചു, എന്നെയല്ല. ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നിയില്ല. ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ അനുഭവിക്കുന്നത്. അതിൽ ദിലീപിന്റെ പ്രത്യേക കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ദേവിയ ചാനലുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കോട്ടയം രമേശിനെ ദിലീപ് ഉപദ്രവിച്ചു ഈ സിനിമയിൽ മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, നന്ദി. അവസാനം സ്വയം തട്ടോടിച്ചു. അടിപൊളി. രണ്ടുപേർക്കും താങ്ക്സ് a lot. ആൻഡ് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹം എപ്പോഴും ഓൺലൈൻ ട്രെൻഡിങ് ആണ്. അതായത് ഒരിടയ്ക്ക് മറ്റു ബോഡി ബിൽഡിംഗ്, കുറച്ച് തലകുത്തിമായാലും കുറച്ച് കാലിസ്റ്റനിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ നിൽക്കുകയാണ്. Right. So ladies and gentlemen, let's put your hands together inviting Sudev Nair to the stage. Sudev, I should say this, our teaser our shot, our look was like way out of the box. Oru reaction, our frightening factor on your face, it was too good. Thank you. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ്
നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് അറിഞ്ഞത്, കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ, പിന്നെ 6 പാക്ക് ആപ്സ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണോ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയാണ്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ചായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. പിന്നെ അതൊന്നുമില്ല, എല്ലാം അഭിനയിക്കാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പോയിക്കോളി, അല്ല അതൊക്കെ തന്നെയാണ് അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്, എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ, പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായി. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു, ഭാഗ്യത്തിൽ നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പൊ നമ്മൾ സേഫാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കേട്ട് കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞിട്ട് നടത്തി നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ചിമെന്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ സ്നേഹമാണ്, നിങ്ങൾ ആരും വിചാരിക്കണ്ട. അല്ല, ഞങ്ങള് പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അടുത്തത് സൂപ്പർ ഹീറോ ചെയ്യണം, സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ പാക്സിന്റെ സെറ്റ് അത് ചെയ്യണം, പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. Okay, so anyway, big round of applause. Thanks a lot for being back. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം, ഹൗസ് ലൈഫ് now? Life is more peaceful and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. ഇത് രതീഷ് ആലോചിക്കുന്നുണ്ടോ, ഒരു 10 വർഷം കഴിയട്ടെ അപ്പൊ പറയും അപ്പൊ കൊടുക്കുന്നുണ്ടായിട്ടുള്ളതാണ്. Okay, so anyway, big round of applause for him and wish you both all the best for amazing life ahead. So thanks a lot to them for joining. And moving on, നമുക്കറിയാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന 2 മറ്റ് സംസ്ഥാനത്ത് നിന്ന് 2 നടന്മാരുണ്ട് നമ്മളോടൊപ്പം. ഒരാളെ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് എല്ലാ സിനിമയിലും കണ്ടാൽ തന്നെ നമ്മൾ ഓർമ്മിക്കും. Okay, brilliant. So ladies and gentlemen, let's put your hands together for Sampath Ram. Yes, and there he is. There you go, sir. Everybody, welcome. Oh. So how was your experience? Thangamani. എല്ലാവർക്കും നമസ്കാരം. ജോഷി ശരത്തിന് സ്പെഷ്യൽ നമസ്കാരം. അവരുടെ പടത്തിലെ സെവൻസിൽ നടിக்க வச்சாரு. முதல்ல 98 சினிமா வரும்போது சூப்பர் ஃபிலிம்ஸ் சென்னையில் ஆஃபீஸில் போனோம்னா அங்கே பல டைரக்டர்கள் இருப்பாங்க. ஒரே நேரத்தில் 4 ஆஃபீஸ் போட்டு 4 டைரக்டர்ஸ் இருப்பாங்க. வாய்ப்பு தேடி அலையும் போது நிறைய படங்கள் வந்து நான் சின்ன சின்ன கேரக்டரில் சூப்பர் ஃபிலிம்ஸில் நடிச்சிருக்கேன். ஆஃப்டர் லாங் டைம் சூப்பர் ஃபிலிம்ஸோடைய பேனரில் தங்கமணி திரைப்படத்தில் ஒரு அருமையான கேரக்டரில் நடிக்க வச்ச நம்ம ரத்தீஷ் சாருக்கு என்னோட மனமார்ந்த நன்றி முதல்ல தெரிவிச்சுக்கிறேன். அதே மாதிரி இந்த படத்தோட எக்ஸிக்யூட்டிவ் ப்ரொடியூசர்
சுஜித் சாருக்கு நான் மிகப்பெரிய நன்றி சொல்லணும். அவர் தொடர்ந்து 2வது படத்தில் என்னை நடிக்க வச்சிருக்காரு. சாலமன் அது இன்னும் ரிலீஸ் ஆகலை. தங்கமணி 2வது படம். தேங்க்யூ ஸோ மச் சார். முதல்ல டைரக்டர் ரதீஷ் சாருக்கு நான் மிகப்பெரிய ஒரு நன்றி சொல்லணும். அவருக்கு ரொம்ப ரொம்ப நன்றி கடன்பட்டிருக்கேன். ஏன்னா இந்த படத்தில் என்னை கம்மி பண்ணும்போது போலீஸ் கேரக்டர் அப்படின்னு சொன்னாங்க. நான் அப்போ தாடி வச்சிருந்தேன். மாளிகைபுரம் படத்தில் ஒரு வில்லன் கேரக்டரில் நடிச்சிருந்தேன். அட் த சேம் டைம் சலாருங்கிற தெலுங்கு படத்துலையும் ஒரு முக்கியமான கதாபாத்திரம் பண்ணியிருந்தேன். ஸோ அதுலேயும் தாடி கண்டினியூட்டி. அவர் சொன்னார், சார் தாடி எடுத்துருவீங்களா அப்படின்னாரு. இல்லை சார் அதுக்குள்ளேயும் முடிஞ்சிடும். ஸோ அது ஷூட்டிங் ரொம்ப எடுத்துருவோம் சார் அப்படின்னு. ஏன்னா தெலுங்கு படம் அதுக்குள்ளே முடிஞ்சுன்னு நானும் எதிர்பார்த்தேன். பட் தங்கமணி ஷூட்டிங் ஆரம்பிச்சது ஃபர்ஸ்ட் வந்து ஃப்ளாஷ்பேக் போர்ஷன் தான் எடுத்தாங்க. சாரி, லைட் தான் எடுத்தாங்க. அப்போ சரி பரவாயில்ல சார், லைட்டில் வந்து போலீஸ் கேரக்டராக இருந்தாலும் தாடி தான் பரவாயில்ல சார் அப்படின்னு சொல்லி தாடியோடவே நடிச்சிட்டேன். அப்புறம் ஒரு மாதம் கழிச்சு தான் வந்து அந்த ஃப்ளாஷ்பேக் போர்ஷன் வந்து எடுக்க ஆரம்பித்தாங்க. அப்போது நான் ஷேவ் பண்ணி ஆகணும். ஷூட்டிங் ஸ்பாட்டில் டைரக்டர் வந்தார். நான் ரொம்ப அப்செட் ஆகி உட்காந்துட்டு இருக்கேன். என்ன பண்ணுறது? ஏன்னா இதில் ஷேவ் பண்ணிட்டோம்னா நம்ம வந்து சலார் படத்தில் அங்கே நம்ம பதில் சொல்லி ஆகணும். ஏன்னா சலாரும் அப்போ முடியல எதிர்பார்த்தா ஆனால் முடியல. இங்கே நம்ம வந்து ஷேவ் பண்ணி ஆகணும், என்ன பண்ணுன்னு சொல்லிட்டு ரொம்ப எனக்கு அந்த காட்சியில் உட்காந்துருக்கேன். அப்போ சார் வந்து என்ன சார் நல்லா இருக்கீங்க அப்படின்னு டேரக்டர் வந்து கேட்டார். இல்லை சார் இந்த மாதிரி சுச்சுவேஷன். ஒரு செகண்ட் யோசிச்சுட்டு நோண்டுங்க சார் வெயிட் பண்ணலாம். இதுக்காக சோகமாக உட்காந்துருக்கீங்க, நோண்டு வாங்க பர்ஃபார்ம் பண்ணுங்க அப்படின்னு சொல்லிட்டு அன்றைக்கி அந்த சீன் எடுத்து முடிச்ச பிறகு மறுநாள் காலையில் அவர் சொல்கிறாரு, நீங்கள் தாடியோடவே போலீஸ் கேட் பண்ண போறீங்க. சார் எப்படி சார் போலீஸ் கேட் எப்படி சார் நம்ம வந்து தாடியோட பண்ண முடியும் அப்படின்னு கேட்டதுக்கு ஒரே ஒரு டைலாக்ல நான் வந்து உங்களை அந்த டைலாக்லேயே வந்து நான் கன்வே பண்ணிடுறேன், நீ கவலைப்படாதீங்க அப்படின்னு சொல்லி படத்தை பார்க்கும்போது தான் எனக்கு தெரியும் அவர் என்ன பண்ணிட்டு இருக்காரு தெரியல. பட் ரொம்ப ரொம்ப சாரி சார், நான் வந்து உங்களுக்கு எந்த வகையிலாவது இந்த படத்தில் என் கேரக்டர்னால உங்களுக்கு ஏதாவது பாதிப்பு ஏற்படுத்துமா ரொம்ப பயந்தாரு. எதுவும் அதெல்லாம் ஆயிருக்காது நான் நம்புறேன். ஸோ இந்த நேரத்தில் இந்த படத்தில் போன எல்லாருமே கோ ஆர்டிஸ்ட், என்னுடைய கோ ஆர்டிஸ்ட் ஜான் விஜய் சார், அவரோட இது வந்து அர்ஜுன் படம் போட்டாரு. அப்புறம் நம்ம டிஓபி சார், நான் ஆல்ரெடி ஷிக்காருங்கிற படத்தில் மனோஜ் சார் கூட ஒர்க் பண்ணியிருக்கேன். இந்த 2வது படம் அவரோட. ஸோ இந்த படத்தில் ஒர்க் பண்ண எல்லாருக்குமே இந்த மனமார்ந்த நன்றியை தெரிவிச்சுக்கிறேன். இந்த படம் தங்கமணி, இந்த சாங் ஒன்று மட்டுமே போதும், அவ்வளோ ஒரு சாங், அதாவது மனசு அவ்வளோ ஆழமாக பதிஞ்சிருக்கு இந்த சாங்கு. தமிழ் ஆடியன்ஸே நிறைய பேர் ஃப்ரெண்ட்ஸ் எல்லாம் கேட்டுட்டு ரொம்ப அற்புதமாக இருக்குன்னு சென்னையில் எல்லாருமே காமிக்கும்போது சொன்னாங்க. ஸோ இந்த சாங் வந்து ரொம்ப பேசப்பட்டிருக்கு. இந்த படமும் ரொம்ப பேசப்படணும் நம்புறேன். இந்த படம் மாபெரும் வெற்றி அடைய மனமார்ந்த வாழ்த்துக்கள் தெரிவிச்சுக்கிறேன். நன்றி. ஒரு சின்ன டவுட் இருக்கு சார், இது வந்து எல்லா படத்துலயும் இல்லை, அது இல்லை நான் நிஜ வாழ்க்கையில் வில்லன் கிடையாது. ஆனால் முகம் வந்து அது மாதிரி இருக்கிறதுனால பார்க்குறவங்க எல்லாருமே வந்து வில்லனாகவே பார்த்துட்டு இருக்காங்க. ஸோ அதுவும் ஒரு நல்ல வாய்ப்பு வருதுல. இந்த கெட்டப்னால வில்லனாக தோற்றம் இருக்கிறதுனால நிறைய எனக்கு வேலை வாய்ப்பு வருது. இன்ஃபேக்ட் முதல்ல என்னை வந்து சின்ன சின்ன கேரக்டர் நடிச்சிட்டு இருக்கும்போது முக்கிய வில்லனா ஜனகன் அப்படிங்கிற திரைப்படத்தில் சஞ்சீவ் சார் வந்து என்னைய வந்து முக்கிய வில்லனா மலையாளத்தில் முதல் முறையாக அறிமுகப்படுத்தினாரு. அதுக்கு முன்னாடி வரைக்கும் நான் வந்து சின்ன சின்ன கேரக்டர் தான் நடிச்சிட்டு இருந்தேன் தமிழில். மலையாளத்தில் தான் என்னை வந்து முதல்ல ஒரு முக்கிய வில்லனா அறிமுகப்படுத்தினாங்க. அது மட்டும் இல்லை, இப்போ ஒரு படம் பாக்யலட்சுமி அப்படிங்கிற திரைப்படம் நான் பண்ணிட்டு இருக்கேன். அதில் வந்து முறையாக ஒரு முஸ்லீம் கேரக்டர்ல, அதுவும் ஒரு பாசிட்டிவ் ரோல்ல, ஒரு லீட் ரோல்ல பண்ணியிருக்கேன். ஹீரோவா சார்? அப்படிதான் அந்த டைரக்டர் சொன்னாரு. ஆனா ஹீரோயின் அப்படின்னு கிடையாது. அந்த படத்தோட டைரக்டர் வந்து சஜின் லால் சார். அவரோட இதுக்கு முன்னாடி ஒரு படம் அவரோட நான் தமிழில் பண்ணியிருக்கேன். இது 2வது படம். மலையாளத்தில் என்னைய வந்து ஹீரோவாக ஃபீல் பண்ணி அவர் ஒரு பாசிட்டிவ் ரோல் நடிக்க வச்சிருக்காரு. அவருக்கு இந்த நேரத்தில் நன்றி தெரிவிக்கிறேன். நீங்க சொன்ன மாதிரி இனிமேல் வந்து பார்க்கறவங்க பாசிட்டிவ் ரோல்ஸ் கூப்பிட்டாங்க நான் நம்புறேன். Thank you, thanks a lot, sir. Thanks a lot for joining us. Thank you. And now let's enjoy. And I said let's enjoy together for the very stylish John Vijay sir. Please, sir. Okay, man. Super. Yedda. Hi everyone, good evening. என் பேர் ஜான் விஜய். நான் சின்ன வயசுலேருந்து எப்படின்னா தமிழில் பேச மாட்டேன். தமிழில் பேச மாட்டேன், எல்லாரும் கைத்தேன்.
எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்ல இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும். ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன், ஆக்டர். இங்கே வந்து எனக்கு தங்கப்படி பார்த்துருக்கு. எல்லாருமே செம்ம நடிகருங்க, எல்லாருமே சமய நடிகர். காம்படிஷன் ஸோ பியூட்டிஃபுல். கம்பேர் பண்ணுறதுக்கு அடிச்சு வச்சு அவங்க வந்து பியூட்டிஃபுல்லாக நடிச்சுக்கிறாங்க. ஃபர்ஸ்ட் திலீபனை வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருப்பீங்க. நான் வந்து ரீமேக்கே பார்த்துருக்கேன். ஏன்னா நான் ஃபர்ஸ்ட் திலீபனை படத்தை பார்த்தேன், அவர் எப்படி நடிச்சிருக்காரு அப்படின்னு. அதுக்கு ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அதை பற்றி பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்க மாட்டேன். அப்போ தான் நம்ம திலீபனை எப்படி நடிச்சிருக்காருன்னு தெரியும். யாருமே அந்த மாதிரி நடிக்கிறேன் எப்பவுமே ஒரிஜினல் எங்க அண்ணன் ஒரு வாட்டி கேட்டு நான் வந்து அவர் படம் பார்த்து வளர்ந்தேன், கொஞ்சம் பெருசாகிட்டேன். எனக்கு ரொம்ப ஆசை திலீபனை படம் நடிக்கணும் அப்படின்னு. நான் அந்த படம் நடிக்க வர வரைக்கும் எனக்கு தெரியாது திலீபனை நான் ஹீரோ. பார்த்தா பாவமா ஒரு ஆள் ரோட்ல அப்படி நின்றுட்டு இருக்காரு. சரி ஒரு ஹீரோ சார் என் திலீபன் அவ்வளோதான். ரொம்ப ஃபீலிங்லாம் எக்ஸ்ட்ரா ஃபீலிங்லாம் கிடையாது. நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க. எங்கள் ஆக்டர்ஸ்க்காக இன்னொரு கேட்குறீங்க. எங்களுக்குலாம் வந்து குழந்தை மாதிரி நாங்கள் வந்து மனசில் இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படுத்து தூங்கிடுவோம், அவ்வளோதான். அப்புறம் நீங்களே ஏதாவது எங்களை பற்றி சொல்லுவீங்க, நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்க அந்த மாதிரி. ஸோ காம்படிஷன் வெரி ஸ்ட்ராங். இதில் பார்த்தீங்கன்னா மாதவிக்கான ஒருத்தாங்க குட்டி பொண்ணு நடிக்க சொன்னால் பிஹேவ் பண்ணுது அதே மாதிரி குடுக்குன்னு ஓடி போய் கிணத்துல விட சொன்னா உண்மையாவே கிணத்துல விடுச்சு. ஸ்டார்ட் மாஸ்டர் ஷாக் ஆயிடுச்சு. ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லர் இப்படி விழுது, அந்த மாதிரி ஒரு ஆக்டிங். அப்புறம் வந்து நீத்தா ஆமா அவங்க கரெக்டிங் தான் தெரியுமா. அதாவது நம்ம ஊர்ல நல்ல வீட்டில் அழகான அப்பா அம்மா ஒரு நல்ல குடும்பம் அப்படின்னா திலீப் பண்ணணும் நீத்தா அக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன். இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமா இருக்கும். அதான் தங்கமணிங்க இதுக்கும் கேட்குங்க. இதெல்லாம் இருந்தாலும் இதுக்கு இதுலயே ஒரு ரொம்ப கெட்ட ஒருத்த வேணும் தெரியுமா. வெல்கம் டு சேனல். நாங்க வில்லனாங்க, நாங்க ரொம்ப நல்ல ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு, எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லது எல்லாம் அவன் வந்து வெளியில கண்ணே இருப்பான், நார்மல் பீப்புள். நாங்க வில்ல இல்லை, கெட்டதெல்லாம் சினிமாவில் காட்டி நல்லதாக ரியல் லைஃப் எங்க மாதிரி நல்லவங்க யாரும். நீங்க டீல் பண்ண அதை வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு. இதில் வந்து டேரக்டர் ரித்தீஷ் நாங்கள் ப்ளீஸ் சார் நானே இந்த பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் எக்ஸ்ட்ரா ஃபிட்டி. எங்கள் அம்மா மலையாளம் பேசுனா கேட்டதே கிடையாது. அவன் வந்து கலியாக்காவில் துறவுங்கிறவன். திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாளம் பேசுவான். என் பொண்ணு கேட்டேன், I have been married with you for 50 years. I heard your mom speak Malayalam. Are you a Malayali? நானே கேட்டேன் சார், நம்ம மலையாளி சார், நான் வந்து டப் பண்ணுறேன் சார். சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதான் சார், சரி வா அப்படின்னு சொல்லி நான் அப்படி ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோன் எனக்கு டப் பண்ணேன் சார். 4 லைன் டப் பண்ணேன். அப்புறம் வந்து சோறு இருக்காங்க நல்லா ரெட் ரைஸ் பீஃப் கறி ஃபுல்லாக சாப்பிட்டு சார் ஓகே சார். சார் 2 லைன்லேயே ஓகே சார், அதனால தான் டப் பண்ண சார், டப் பண்ணுங்க சார். நானும் ஃபுல்லாக டப் பண்ணியிருக்கேன். தங்கமணி பியூட்டிஃபுல் ஃபில்ம், கிரேட் பர்ஃபார்மன்ஸ், அமேசிங் பீப்புள், லவபிள் பேஸ்ட். அஜ்மல் தம்பி வேறு தெரியும், ஸ்டைல் எப்பவுமே பார்த்துக்கு நானும் ரொம்ப வருஷமாக பார்த்துருக்கேன். அவங்க வயசு ஆகணும்னு பார்த்தா அவங்க வயசுலேயே ஆகும். You thank you very much for appreciating me
Malayalam film industry. And even thanks a lot. உங்களை பார்த்து குட்டி போயிட்டு வளர்ந்த ஐ எம் ஷூர் தட் ஏதோ உங்களை வச்சுங்க சூப்பர் ஆக்டுங்க வேற லெவல் வந்து நடிக்கிறது சார் எங்களுக்குலாம் வந்து எக்ஸ்ட்ரா ஃபீலிங் கிடையாது எங்களுக்கு முன்னே தான் யாருமே எங்களுக்கு காம்படிஷன் கிடையாது நாங்கள் தான் காம்படிஷன் கர்நாடகா பார்ப்போம் ஸ்டைலாக இதெல்லாம் கிழிஞ்சு சட்டை போட்டு போடுறேன் காசு கொடுத்து வாங்கலாம் சாராங்க. So, I tell you, all of you, please go watch. அதாவது சவுத் இந்தியா அப்படின்னா அதுக்கு ஒரு அழகு இருக்கு. அது வந்து கேரளாவில் நிறைய இருக்கு. அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில்ம் பண்ணிருக்காங்க. அவங்க சூப்பர் குட் ஃபில்ம் பண்ணுவாங்க. அது உங்க மனசுல நான் சொன்ன மாதிரி தங்க மணி மாதிரி இருக்கும். I love you all. Thank you very much. Thank you very much for everything. And all the pretty girls. Thanks a lot, sir. You have a question? No question for you. I asked one question. No. Thank you. I asked him one question, he answered for 20 minutes. ഒരു വില്ലനായി മാറിയിരിക്കുന്നത് ഇത്രയും സുന്ദരനായ വേറൊരു വില്ലൻ എവിടെ കിട്ടും അല്ലേ? So here we have Azman Amir. Azman, how are you doing? How's life? All good, doing good. All good? Okay, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തക്കമണി എക്സ്പീരിയൻസ്? ആ ഒരു ഷോട്ട് ലുക്കിംഗ് സോ ഗുഡ്, കുറച്ച് ഡിഫറെന്റ് ലുക്കും കൂടെ ആണെന്ന് തോന്നുന്നു. Okay. എല്ലാവർക്കും നമസ്കാരം. പ്രൊഫസർ ഇവിടെ നമുക്ക് എല്ലാവർക്കും ജോൺ കാൽക്കിലേക്ക് ഇവിടെ പോകാൻ തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആദ്യമായിട്ട് അഭിമാനം, നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് നൽകിത്തന്ന നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 കൺട്രീസ്, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമകളും ദിലീപേട്ടനെ സ്നേഹിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോണ്ട് വേണം എന്റെ പരിപാടി. അരികയില് സമർദാസ് മുന്നിലാണെങ്കിൽ 2 കൺട്രീസ് നിഷാദല്ലോ. പക്ഷെ ദിലീപേട്ടന്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തലയിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്ന് അടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതില് സൂപ്പർ ഫിലിംസിന്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ പിന്നെ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ടുപുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത്തേട്ടനാണ്. സുജിത്തേട്ടൻ പാപ്പന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പന്റെ എല്ലാ ഫാക്ടറി ഈത്താപ്പിള്ളി എവിടെയുണ്ട്, വലിയ ഒരു ആക്ട്രസ് ആകാൻ പോകുന്ന കുട്ടിയാണ് ഈത്ത. അപ്പോ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടറാകാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസം കൂടിയാകാൻ പോകുന്നുണ്ട്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര സിനിമ ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസ് ആവുകയാണ്. ഇപ്പൊ തങ്കമണി 7. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഭവമൊക്കെ എപ്പോഴും ഉണ്ടാവണം. അന്യഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ചെറിയ കാര്യം പ്രധാന റീസൺ മലയാളി പ്രേക്ഷകരുടെ അടുത്ത് പോകില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതി കൊണ്ടുകൂടി തന്നെയാണ്. Today, I think he have left. I really want to congratulate him for his work. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ. ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ദുഷ്ടനൊക്കെ ഒരുപാട് വിളിച്ചു വിളിച്ചിട്ട് മതിയായി, ഫോൺ പോലും എടുക്കൂല. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ലിസ്റ്റർ എനിക്ക് ആഗ്രഹമില്ല. Anyway, just kidding. So thanks a lot, Azman, for joining us. I'm wishing you all the best for all movies and coming. Big round of applause for Azman Amir. And moving on, അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് കടക്കുന്നത്. So ladies and gentlemen, ഈ ഒരു സിനിമയിൽ നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ തന്നെ 2 പേര് they have performed really good. And ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. She is, I can say, as a pan-Indian actress, predominantly started her works in Kannada. Ladies
So we're very happy to have you in our industry. So how was your experience with Thangamadi? Ellarkum namaskaram. Very, very happy to be here in the Malayalam industry. And for my first film to be a Dilip first starrer, I think I'm really lucky. And I just saw the teaser and I'm just in awe of what we've created. Thank you, Ratish sir, for envisioning me as a cop, because even I didn't think that I could be a cop, because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. And I also want to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense. And every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just want to thank all my co-actors and wishing the film all the luck. Thank you. Thanks a lot for joining us this year. It's our pleasure to have you here and the movie as well. So we hope you really enjoy working out this movie. And can we see you more in a lot of the movies now? Of course, by then I learned Malayalam. Oh, I want to thank Danya ji. She's the assistant director, and she was really, because Malayalam naku raadu, samsarikku theriyilla. So she was helping me out. So really want to thank her. So did you learn anything in Malayalam from these videos? എനിക്ക് മനസ്സിലായോ പക്ഷെ സംസാരിക്ക് no. Okay. Anyway, let's give a big round of applause for the effort. Thank you. Thanks a lot for joining us. Yeah, thank you. Please. And അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നമ്മളിപ്പോ ഓഡിയോ ലോഞ്ച് ചെയ്തു. വി ലോഞ്ച് ദ ന്യൂ സോങ്. അപ്പോൾ ആ സോങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു. എനിക്കറിയാം നീത, ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് യു ഓൺ ടു ദി സ്റ്റേജ് വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം ഇതുവരെയുള്ള പല റോൾസും ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്, ഇറ്റ് വാസ് വെരി ബോൾഡ്. ബട്ട് ദിസ് വൺ ഇറ്റ് ലുക്സ് സോ ഡിഫറെന്റ് ഓൺ സ്ക്രീൻ. ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മേക്ക് ഓവർ എന്നൊക്കെ നമുക്ക് പറയാം. വിശ്വസിക്കാവുന്ന ഒരു അപ്പുറമുള്ള ഒരു മേക്ക് ഓവർ എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെ എന്തായാലും പറയാം. കാരണം ഈ നിൽക്കുന്ന നീത്തല്ല അവിടെയുള്ള ആ ഒരു നീത്ത. So Neeta, how are you doing? How is life and how is Thangamani for you? Thank you. Life is okay. Thank you very much. Good evening. Firstly, ഇവിടെ വന്ന എല്ലാവർക്കും thank you for joining us this evening. It means a lot to me. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ജോഷി സർ, thank you for making the time to come today and do the honors with us. It means a lot to me. To begin with Thangamani, പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. ഇതെൻ്റെ 4th മൂവിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണിത്. ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ഫിയർലെസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ വളരെ സബ്ഡ്യൂഡായ ഒരു timid devoted വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ. ഐ ഹോപ്പ് ഇറ്റ്സ് കം ഔട്ട് ഓക്കെ. പിന്നെ സോ let me first thank the entire team of Thangamani for being very supportive. The producers and director Ratish Chattan. എന്നെ ഇതിനൊരു ഭാഗമാകാൻ വിളിച്ചതിന് ഒരുപാട് പേരുണ്ട്. അതിൽ ഓരോ പേരും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് രതീഷ് ചേട്ടൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഒരിക്കലും പറയാൻ വിട്ടു പോകാതിരിക്കേണ്ട ഒരാളാണ് ദിലീപ് ചേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു ചെയ്തതിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്. ബട്ട് ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് യു നോ he gave me a very friendly atmosphere to make me comfortable. Thank you very much for being such a supportive co-artist. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ബീങ് വെരി നൈസ് ടു മീ ആൻഡ് മേക്കിംഗ് മീ കംഫർട്ടബിൾ. ഇറ്റ് വാസ് എ മെമ്മറബിൾ ജേർണി. എല്ലാവർക്കും തങ്കമണി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ബീങ്. Thanks a lot, Neeta. I just want to ask you told it was challenging. But let me ask you, which one is easy for you, the bold characters or this one out here? I think the bold ones were Karan also is that Neeta? more towards that. അതെനിക്ക് ഇത് ചെയ്യുന്ന ഇപ്പം ഞാൻ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് അത്ര നല്ല ചെയ്തിട്ടില്ല. റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത് ഞാൻ ചെയ്താൽ എത്രത്തോളം ശരിയാവും എന്നുള്ള പല ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി എനിക്ക് എളുപ്പം ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Anyway, all the best to you. Thanks a lot for joining us. Let's give a big round of applause. Thank you, Deepa. Thanks a lot for joining us. And moving on, you have to listen. Yeah. So, until that, just join us on the way. Discernment and with a big round of applause. He's joined us this day. So, sir, all his wishes. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം. പലർക്കും ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടെ പറയാം. പലപ്പോഴും നിങ്ങൾ എല്ലാവരും ദിലീപേട്ടന്റെ സിനിമ കാണുന്നതിന് മുൻപ് ദിലീപേട്ടന്റെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം പാസഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇവര് കോൾ വന്നു, ദിലീപേട്ടനായിരുന്നു, നീ എനിക്ക് വേണ്ടി ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി സിനിമകൾ ദിലീപേട്ടൻ ഞാൻ ട്രാക്ക് ചെയ്ത് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ നന്മ സിനിമയിൽ ഉണ്ടാവും. സിനിമയിൽ വൻ വിജയമാകുമെന്ന് ഉറപ്പാണ്. ഈ എല്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്ദിയും ആശംസയും വിജയങ്ങളും നേരുന്നു. താങ്ക് യു. Thanks a lot, Mr. Listener. Can you join me on stage? ഒരു നല്ല കൈയ്യടിയോടെ നമുക്ക് ലിസ്റ്റർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ മിക്കയിടത്തും ഒരു നിറസാന്നിധ്യം തന്നെയാണ് ലിസ്റ്റർ ചേട്ടൻ തോന്നുന്നത്. രതീഷ്, ദിലീപേട്ടൻ, എല്ലാവർക്കും ഒരു വിജയാശംസ നേരുകയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് റാഫിക്ക, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗധരി സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നൊരു വ്യക്തിയാണ് ചൗധരി സാർ, ആർ ബി ചൗധരി. എൻ്റെ പടം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ചൗധരി സാർ ഒരു ഫിനാൻഷ്യൽ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സിനിമകൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത സിനിമയുടെ പൈസ പോയി ചോദിക്കാനായിട്ട്. എന്നെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thanks a lot, listener. And going on, അടുത്തതായിട്ട് ഞാൻ സ്വാഗതം. നമ്മൾ ദിലീപേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം ചിന്തിക്കുന്ന മറ്റൊരു പേരാണ് ആവശ്യക. ഒരു നല്ല സ്നേഹത്തോടും ഒരു നല്ല ബഹുമാനത്തോടും നല്ലൊരു കഴിവെടുത്ത് നമുക്ക് ആവശ്യക വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആവശ്യക്കാരി പറഞ്ഞ പോലെ നമ്മുടെ അജ്മൽക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ വയസ്സാവുന്നില്ല അല്ലേ? നമസ്കാരം. ഇതെൻ്റെ ഒരു കുടുംബത്തിലെ സിനിമയാണ്. കാരണം പ്രവർത്തിച്ച ഒരുപാട് പേര് എൻ്റെ ഏറ്റവും സഹോദര തുല്യരാണ്. കാരണം ദിലീപാണെങ്കിലും ഡയറക്ടർ രതീഷ് ആണെങ്കിലും. രതീഷ് എനിക്കുള്ള സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് 2-3 കഥകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രതീഷിൻ്റെതായ കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ നല്ല കഥകളാണ്. അതിപ്പോഴും സിനിമയായിട്ടില്ല. ഗംഭീര കക്ഷിയാണ് ആള്. അതിൽ ഒരുപാട് പ്രതീക്ഷകളുടെ കഥകൾ ഇനിയും രതീഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഇനി തരില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചോദിച്ചു കഴിഞ്ഞാലും തരില്ല രതീഷിൻ്റെ സംവിധായകനായി. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമായിട്ട് ഈ സിനിമ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദിയാണ് ദിവസം കൂടെ എത്തിച്ചേർന്നതിനും ഒരുപാട് നന്ദി. വിദ്യുജൻ എത്തിച്ചേർന്നതിനോട് തോന്നുന്നു ഒരിക്കൽ കൂടി. ഓക്കെ, ഒരു നല്ല കഴിവ് നമുക്ക് സ്വാഗതം ചെയ്യാം. Thanks a lot for joining us. Over to you. നമസ്കാരം. വന്നിരിക്കും. ഒരുപാട് സന്തോഷം. കാരണം മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സിനിമ പണ്ഡിറ്റുകൾ വിലയിരുത്തപ്പെടുന്ന വർഷമാണ് 2024. കുട്ടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് രതീഷ് ഏട്ടൻ്റെ, ദിലീപേട്ടൻ്റെ തങ്കമണി എത്തുകയാണ്. അപ്പോൾ സൂപ്പർ ഹിറ്റുകളൊന്നും ആശംസിക്കാനില്ല. നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ. പ്രേക്ഷകർ നിങ്ങളുടെ സിനിമയെ 2 കൈ നീട്ടി സ്വീകരിക്കട്ടെ. തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അണിയർ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും കാസ്റ്റിനും എല്ലാവർക്കും എൻ്റെ ആശംസ. താങ്ക് യു.
നമുക്ക് പറയാൻ കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് നമുക്ക് കാണാം. ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണ്. അതിന് പുറകിൽ നമുക്ക് മാർച്ച് 7 ഇറങ്ങുന്ന തലമുറ ഒരു സൂപ്പർ ഹിറ്റ് ആവും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മളെല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് സംസാരിച്ചപ്പോൾ എല്ലാവരും അവിടെ നിന്ന് മുഖം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും മലയാളി പ്രേക്ഷകർ ഒന്നടക്കം ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വേഷം തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിലെത്തിയാൽ അവർ പലരും സീരിയസ് റോൾസും ആക്ഷനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ്. ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിരിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഒരു തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കുന്നത്. സാറ് പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പരമേശ്വരൻ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരുടെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നത്. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയിൽ അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റെ. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദനയെ, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ടായത്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ ഇനി ഞാൻ കേട്ടു.
അപ്പോൾ അത് ആബേൽ ജോഷുമാത്രൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനൊന്നുമുള്ള സിനിമ തന്നെയല്ല. ഇപ്പൊ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഈയിടയ്ക്ക് 3 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടുന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരു ആവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പം ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമി, പിന്നെ സ്മിനു ഒക്കെ വോയിസ് സത്യനാല് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംരക്ഷണം വക്കീലിലുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് സുധീർ നായർ. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കൂടെ ഒരു എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാളാണ്, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാനെന്നിട്ട് പറയാം, ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തു കൂടിയാണ് എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് മരിക്കുകയും ചെയ്തതാണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരനായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന്. നമ്മുടെ സമ്പത്ത് റാവു സാറും അതുപോലെ തന്നെ ജോൺ ബേലി ബ്രദർ പോയിട്ടില്ല വരുമാ. അതൊരു 1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറിയെന്ന് എല്ലാവരും കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ വെച്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഫിലിംസ്, ചൗധരി സാർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജിസ്ജോക്ക് പറഞ്ഞത് ശരിയാണ്. അതിൽ മമാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം. ജിബിൻ, അരുൺ,
ഞങ്ങളുടെ സുഹൃത്തുബന്ധമാണ്. അതിൽ അസീസ്, ഞങ്ങൾ 4 പേരുമാണ് ഇതിൽ, 4-5 പേര്, സുദേവ് അടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട. പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് Thanks a lot, everybody. Thanks a lot for joining us. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരാൾ വന്ന് നമ്മൾ ആ ഒരു സിനിമയിലെ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക. അതൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഡയറക്ടറിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പ്രതീക്ഷനാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട. ഇപ്പോ ദിലീപേട്ടൻ ഏറ്റവും അവസാനം ദിലീപേട്ടൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവർ നന്ദി പറഞ്ഞതും. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം. ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി, വിളിച്ചത് നന്നായി. നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതില് എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് ചകർ. ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചോന്ന മണിയണ്ണനെ അറിയാലോ. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ദിവസത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് മണിയാണ്. തുടക്കം തൊട്ട് ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ സഹോദരൻ, അയ്യോ സന്തോഷ് ഭായ്, ഐ ആം സോ സോറി, പറയാൻ വിട്ട കാര്യം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. രമ്യൊക്കെ വിചാരിക്കണ പോലൊന്നുമല്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയ കരാട്ടയും ജൂഡൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു പുതിയ കോമ്പിനേഷൻ. കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്ന് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതാ പറഞ്ഞില്ല, എനിക്ക് എന്താണെന്നറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോൾ എന്റെ കണ്ണറിയേണ്ടത് അറിയുകയാണ്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്. പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ, അവരോടൊക്കെ നന്ദി പറയണം. വില്യം, വിധു, വിധു സോറി, പ്രമാൻ, എല്ലാവരോടും പറയാം. ദേവാനന്ദൻ, ദേവാനന്ദൻ പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീശോളം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു. പ്രതാപ്, അപ്പൊ ഇവരിടക്കിടയ്ക്ക് പേര് മാറ്റുന്നില്ല, നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ചേട്ടൻ ഞാൻ പേര് പറ്റി ദേവാനന്ദൻ എന്നാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ പറയണം. ഇനി മാറ്റില്ല, ഫിക്സ്. ഓക്കെ, ഡൺ. ആളിപ്പോ വിചാരിക്കണം മാറ്റം വരുന്നു, മാറ്റം ഉണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി. എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രൊമോഷന്റെ പരിപാടി ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ടൊരു വെളിവ് പോയിട്ട് നിൽക്കുന്നത് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ. അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിൽ എത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമിയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലിച്ച റോഷൻ, സോറി. എന്റെ വളരെ അത്രയും കഴിവുള്ള മേക്കപ്പ് എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസ് ആയിട്ട് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചോട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന ലിസ്റ്റും ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇവിടെ വിട്ടുപോയില്ല. ഓക്കെ, സുൽത്താനോടല്ലേ സംശയം ചോദിക്കുന്നത്? ഉറപ്പല്ലേ? നമ്മൾ ജോൺ ബ്രദർ വന്നിട്ടില്ല. സാർ, ഡ്രസ്സിലേക്ക് പോയിട്ട് സാർ, അത് ഞാൻ വാങ്ങി വെച്ചു. Thank you.
தான் போடுவேன். அண்ணன் படத்துக்காக 2 ட்ரெஸ் வாங்கிட்டு வந்தேன். நான் ரொம்ப பாப்புலர் ஆயிருந்தேன் இந்த படத்துக்கு அப்புறம். அப்புறம் அண்ணன் என்ன லவ் பண்ண ஆரம்பிச்சாரு. Love you, brother. I love you, man. Thank you so much. Thanks a lot, Dilipana. Thanks a lot for joining us. ഒരു നല്ല കൈയടി കൊടുക്കണം. And നമ്മൾ ഏവരും മനസ്സിലാക്കിയ ഒരുപാട് സ്നേഹത്തോട് തങ്കമണി അഭിനയിക്കുന്നത് ഇല്ല മറന്നുപോയിട്ടുണ്ടോ ആരെങ്കിലും ദിലീപേട്ട? ഇല്ല. പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൈവക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്ന ആള് ഇതില് പോലീസ് വേഷം ചെയ്തെന്ന ആളാണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം ഒരിക്കൽ കൂടി. താങ്ക്സ് എ ലോട്ട്. നമ്മുടെ മാർച്ച് 7 തിയേറ്ററിലാണ് വേൾഡ് വൈഡ് റിലീസ്. സോ ഒരു നല്ല കൈയടി കൊടുക്കാം. ഈ കൈയടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്ത ആ ഒരു അടിപൊളി സോങ് അതിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഒരിക്കൽ കൂടി ഐസ് ഓൺ ടു ദി സ്ക്രീൻ. ഇന്ന് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്ത ആ ഒരു ഗാനം അതിമനോഹരമായ ഗാനം നമുക്ക് ഒരിക്കൽ കൂടി Wow.